അങ്ങനെ ജോമോ ചേട്ടൻ്റെ വീട്ടിൽ കയറി ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് നമ്മൾ ഷൈജ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയേണ്ട. ഷൈജ ചേച്ചിയുടെ വീട്ടിലാണ് നമ്മുടെ അമ്മച്ചി നിൽക്കുന്നത് കേട്ടോ. ഷൈജ ചേച്ചിയുടെ വീട് എന്ന് പറയുന്നത് ജോമോ ചേട്ടൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പൊക്കത്തോട്ട് കയറി ഏറ്റവും ടോപ്പിലാണ് ഷൈജ ചേച്ചി ഉള്ളത്. ഷൈജ ചേച്ചിയുടെ വീടിൻ്റെ താഴെയായിട്ട് രണ്ടാമത്തെ തട്ടിൽ ഷാജൻ ചേട്ടനാണ് ഉള്ളത്. അതിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ ജോമോ ചേട്ടൻ. ഇങ്ങനെ 3 റോയിൽ കിടക്കുകയാണ് ഈ വീടുകൾ. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ടാസ്ക്കാണ് കേട്ടോ. നമുക്കൊക്കെ ചാടി പോരാൻ പറ്റും, പക്ഷേ അമ്മച്ചിക്ക് അങ്ങനെ ചാടി ഓടിയൊന്നും നടക്കാൻ പറ്റില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് അമ്മച്ചി ഷൈജേച്ചിയുടെ വീട്ടിൽ ഇങ്ങനെ സെറ്റായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കേണ്ട. ഷൈജേച്ചി എന്തായാലും ഒറ്റക്കുള്ളതുകൊണ്ട് ഞാൻ ഷൈജേച്ചിക്ക് ഒരു കൂട്ടുമാവൂലെന്ന് ഓർത്തിട്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അമ്മച്ചോണ്ട് വരുള്ളൂ. അമ്മച്ചി അവിടെ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട. അത്യാവശ്യം ചൂട് കുറവുള്ളതുകൊണ്ട് തന്നെ അമ്മച്ചി ഭയങ്കര ഇഷ്ടമായിരിക്കണം അവിടെ ചെന്നിട്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഞാൻ ഈ പ്രദേശമൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയൊക്കെയുണ്ട്. ചുറ്റും കാടും മേടക്കേടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ. അതിൻ്റെ തൊട്ട് താഴെ നല്ലൊരു വെള്ളക്കെട്ടുണ്ട്, ആ കനാല്. അതിനകത്ത് കുളിക്കണം നമുക്ക്. അതിന് മുന്നേ നമുക്കൊന്ന് മഹാഗണിത്തോട്ടത്തിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാ പിള്ളേരും ചായച്ച് കിട്ടിയിട്ട് ഞാൻ അതേ ഇറങ്ങി. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം മഹാഗണിത്തോട്ടത്തിൽ കയറണേനെ 8:30 തുടങ്ങി 4:30 വരെ ഉള്ളൂ കേട്ടോ. നമ്മൾ വന്നത് 5 മണിക്കാണ്. അപ്പം അങ്ങനെ ചമ്മി നാണം കേട്ട് നമ്മൾ തിരിച്ച് വീട്ടോട്ട്